ഹലോ ഡിയേഴ്സ്, ഇന്നൊരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ ഈസി ആയിട്ടുള്ളൊരു മുട്ട റോസ്റ്റാണ്. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി. സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കരിവേപ്പില. സവോള നമ്മൾ നല്ല കനം കുറച്ചാണ് അരിഞ്ഞിരിക്കുന്നത്. ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി ചേർത്ത് കരിവേപ്പില ഇട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. ഒരുപാട് ബ്രൗൺ നിറം ആകണമെന്നില്ല. അതിലേക്ക് നമ്മൾ കനം കുറച്ച് അരിഞ്ഞ് വെച്ച് സവോള ചേർത്ത് കൊടുക്കുക. സവോള എത്രയും കനം കുറയ്ക്കുന്നോ അത്രയും നമുക്ക് ടേസ്റ്റ് കൂടുതലായിരിക്കും. ഇതിലേക്ക് സവോള ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിലേക്ക് അരിഞ്ഞു വെച്ച പച്ചമുളക് ചേർത്ത് കൊടുക്കുക. എരിവിന് ആവശ്യാനുസരണം നിങ്ങൾക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്കുള്ള പൊടികളുടെ അളവാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ ഒരു സ്പൂൺ അളവിൽ 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാലയാണ് ഞാൻ ഈ മുട്ടക്കറിയിലേക്ക് എടുത്തിരിക്കുന്നത്. ലൈറ്റ് ബ്രൗൺ നിറമായ സവോളയിലേക്ക് നമ്മൾ ഈ പൊടി ചേർത്ത് കൊടുക്കുക. പൊടി ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മൂക്കുന്നത് വരെ ലൈറ്റായിട്ട് വഴറ്റി കൊടുക്കുക. തീ വളരെ കുറച്ച് മതി. ഇതിലേക്ക് ഒരു 2-3 സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുക. ഗ്രേവി വേണമെങ്കിൽ നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ അളവ് കൂട്ടാവുന്നതാണ്. നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഞാനൊരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു പഞ്ചസാര ചേർക്കുന്നുണ്ട്. അതിനുശേഷം പുഴുങ്ങിയ മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ട റോസ്റ്റ് തയ്യാറായി. നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ ചെയ്യാം. ടൊമാറ്റോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ റെസിപ്പീസിൽ ഫോളോ ചെയ്യൂ.